നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന സീതാദേവി ലവകുശ ക്ഷേത്രത്തിലാണ്. അതിപുരാതനമായ ഏറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. ശ്രീരാമവല്ലഭയായ ജനകാത്മജയായ സീതാദേവി പുത്രന്മാരോടൊപ്പം പരിലസിക്കുന്ന ക്ഷേത്രം എന്നുള്ളത് ഒരു വലിയ അപൂർവതയാണ്. ആദ്യകാവ്യമായ രാമായണത്തിന്റെ മഹാത്മ്യം ഇങ്ങനെ ഉദ്ഘോഷിക്കപ്പെടുന്ന ഈ പുണ്യഭൂമിയെ കുറിച്ച് നമുക്കിന്ന് ഇവിടെ കുടികൊള്ളുന്ന ആ സർവേശ്വരിയുടെ അനുഗ്രഹത്തോടുകൂടി പറഞ്ഞു തുടങ്ങാം. വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന സീതാദേവി ലവകുശ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശ്രീ പുൽപ്പള്ളി മുരിക്കന്മാർ ദേവസ്വം ഭരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. കുപ്പത്തോട് നായർ തറവാട്ടുകാർ ഊരാളന്മാരായതിനാൽ കുപ്പത്തോട് മൂപ്പിൽ നായർ അഥവാ ഈ കുടുംബത്തിലെ മുതിർന്ന അംഗം ക്ഷേത്ര ട്രസ്റ്റിയാണ്. പ്രകൃതി സൗന്ദര്യത്തിന്റെ ഇറ്റില്ലമായ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ പൊന്നുവിളയുന്ന മണ്ണിനാൽ സമൃദ്ധമായ വീരകേരള സിംഹം അഥവാ വീരകേരളവർമ്മ പഴശ്ശിരാജത്തമ്പുരാന്റെ യുദ്ധഭൂമിയായ ബ്രഹ്മഗിരിയും ബാണാസുരമലയും കബനിയും കോട്ടയും ഓളങ്ങളും സൃഷ്ടിക്കുന്ന വയനാട് എന്ന അത്ഭുത ഭൂമിയുടെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പുൽപ്പള്ളി എന്ന പുണ്യഭൂമി രാമായണം എന്ന ആദി കാവ്യത്തിന്റെ പല അടയാളങ്ങളും ഒരു നിധിയായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിനാൽ രാമായണ രചനയേക്കാൾ പൗരാണികത ഈ ഭൂമി അവകാശപ്പെടുന്നുമുണ്ട്. രാജധർമ്മം പരിപാലിക്കുവാനായി ശ്രീരാമ ഭഗവാൻ കൽപ്പിച്ചതിൻ പ്രകാരം ഗർഭിണിയായ സീതാദേവിയെ ലക്ഷ്മണൻ ആദ്യം കൊണ്ടുവന്ന് എത്തിക്കുന്നത് മുത്തങ്ങയ്ക്ക് സമീപത്തുള്ള ഒരു ആൽവൃക്ഷ ചുവട്ടിലായിരുന്നു എത്രേ. ലക്ഷ്മണൻ പോയ ശേഷം അവിടെ ഇരുന്ന് കണ്ണുനീർ വാർക്കുന്ന ജനകാത്മജയെ പുൽപ്പള്ളിയിലുള്ള തന്റെ ആശ്രമത്തിലേക്ക് വാൽമീകി മഹർഷി തന്നെയാണ് കൊണ്ടുവരുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന വാൽമീകി ആശ്രമത്തിൽ വെച്ചാണ് സീതാമാതാവ് ശ്രീരാമപുത്രന്മാരായ ലവകുശന്മാർക്ക് ജന്മം നൽകുന്നത്. മക്കളെ പ്രസവിക്കുവാൻ സീതാദേവി ദർഭപ്പുല്ലിൽ പള്ളി കൊണ്ടതിനാൽ അഥവാ ശയിച്ചതിനാലാണ് പുൽപ്പള്ളി എന്ന നാമം ഈ സ്ഥലത്തിന് വന്നു ചേരുന്നത്. രത്നാകരൻ എന്ന കാട്ടാളനെ രാമനാമത്തിന്റെ മഹാത്മ്യത്താൽ വാൽമീകി മഹർഷിയായി പരിണാമപ്പെടുത്തിയ ഭൂമിയാണ് പുൽപ്പള്ളി എന്നും പറയപ്പെടുന്നു. വാൽമീകം അഥവാ പുറ്റുകളുടെ സാന്നിധ്യം ഇപ്പോഴും ഇവിടെ നിറയെ കാണുന്നത് ആ തപോധനന്റെ അനുഗ്രഹത്താലും അദൃശ്യ സാന്നിധ്യത്താലുമാണെന്നും വിശ്വാസങ്ങളുണ്ട്. വാൽമീകി മഹർഷിയാണ് ശ്രീരാമപുത്രന്മാർക്ക് ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. താൻ എഴുതിയ രാമായണവും മഹർഷി അവരെ കൊണ്ട് പാടി പഠിപ്പിക്കുന്നു. അതിനാൽ വാൽമീകി ആശ്രമത്തിന് ആചാര്യസ്ഥാനമാണ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അയോധ്യയിൽ നിന്നും ലക്ഷ്മണനോടൊപ്പം സീതാദേവിയെ കാട്ടിലേക്ക് അയച്ചപ്പോൾ ദേവിയെ അനുഗമിച്ചവരിൽ ഉൾപ്പെട്ടവരുടെ പിൻഗാമികളാണ് പൂരായ്മക്കാരായ കുപ്പത്തോട് കുടുംബക്കാർ എന്നും പറയപ്പെടുന്നുണ്ട്. 6 ഏക്കറോളം വിശാലമായ ഭൂമിയിൽ ഏതാണ്ട് 1.5 ഏക്കറോളം വരുന്ന ക്ഷേത്ര മതിൽക്കെട്ടിനകത്താണ് അതിമനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ട് അധികം കാലമായിട്ടില്ല എന്ന് ക്ഷേത്ര കാഴ്ചകൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ സീതാദേവി അറിയപ്പെടുന്നത് ചേടാറ്റിലമ്മ എന്ന നാമത്തിലും ലവകുശന്മാർ മുരിക്കന്മാർ എന്ന നാമത്തിലുമാണ്. മുനികുമാരന്മാരാണ് മുരിക്കന്മാരാവുന്നതത്രേ. ദേവിയുടെ നാമത്തിനു പിറകിൽ ഒരു ഐതിഹ്യമുണ്ട്. ആ കഥ ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ ചേടാറ്റിൻകാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ക്ഷേത്രം ഈ പ്രധാന ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ തെക്കുമാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. അശ്വമേധയാഗത്തിന്റെ വിജയത്തിനായി ശ്രീരാമ ഭഗവാൻ അയച്ച അശ്വത്തെ
ഈ ദേശത്തെത്തിയപ്പോൾ ലവകുശന്മാർ പിടിച്ചുകെട്ടുന്നു. അശ്വത്തിനെ പിന്തുടർന്നു വന്ന ലക്ഷ്മണപുത്രനായ ചന്ദ്രകേതുവിന് അതിനെ സ്വതന്ത്രനാക്കുവാൻ സാധിച്ചതുമില്ല. അവസാനം ആരാണ് അശ്വത്തിനെ പിടിച്ചുകെട്ടിയ വില്ലാളി വീരന്മാർ എന്നറിയുവാൻ സാക്ഷാൽ ശ്രീരാമചന്ദ്ര സ്വാമി തന്നെ എത്തിച്ചേരുന്നു. അപ്പോഴാണ് തന്റെ പുത്രന്മാരായ ലവകുശന്മാർ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ഭഗവാന് മനസ്സിലാവുന്നത്. തന്റെ പ്രിയതമയെയും പുത്രന്മാരെയും അങ്ങനെ ദശരഥ നന്ദനൻ വീണ്ടും കണ്ടുമുട്ടുന്നു. പത്നിയെയും പുത്രന്മാരെയും അയോധ്യയിലേക്ക് കൊണ്ടുപോകുവാൻ ഭഗവാന് ആഗ്രഹം തോന്നുകയും അതിനായി ഒരിക്കൽ കൂടി പൊതുജന സമക്ഷം പരിശുദ്ധയാണെന്ന് തെളിയിക്കുവാൻ സീതാദേവിയോട് പറയുമ്പോൾ ദേവി അതിന് വിസമ്മതിക്കുന്നു. ദേവി വേഗം തന്നെ തന്റെ അമ്മയായ ഭൂമിദേവിയെ ഉറക്കനെ വിളിച്ചുകൊണ്ട്, അമ്മേ, ഞാൻ അഗ്നി പോലെ ഗംഗ പോലെ പരിശുദ്ധയാണെങ്കിൽ പതിവ്രതയാണെങ്കിൽ എന്നെ അവിടുത്തെ അടുത്തേക്ക് കൊണ്ടുപോകൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഉടനെ തന്നെ ഭൂമി അതിഭയങ്കരമായ ശബ്ദത്തിൽ രണ്ടായി പിളരുകയും ഭൂമിദേവി തന്നെ തന്റെ പുത്രിയെ ഏറെ വാത്സല്യത്തോടുകൂടി കൊണ്ടുപോവുകയും ചെയ്യുന്നു. തന്റെ പ്രിയപ്പെട്ടവൾ ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യുന്നത് കണ്ട ശ്രീരാമ ഭഗവാൻ ഓടി വന്ന് പിടിച്ചുയർത്തുവാൻ നോക്കിയപ്പോൾ ഭഗവാന് പിടികിട്ടുന്നത് ദേവിയുടെ മുടിയിലാണ്. ദേവി അപ്പോഴേക്കും മറഞ്ഞുപോയെങ്കിലും ദേവിയുടെ കുറച്ചു മുടി അറ്റുപോവുകയും അത് ഭഗവാന്റെ തൃക്കൈയിൽ അവശേഷിക്കുകയും ചെയ്തു. അങ്ങനെ മുടി അറ്റ ദേവി അഥവാ ജഡയറ്റ ദേവി എന്ന അർത്ഥത്തിൽ ചേടാറ്റിലമ്മ എന്ന നാമം ദേവിക്ക് വന്നു ചേർന്നു. ജഡയറ്റ കാവ് പിന്നീട് ചേടാറ്റിൻകാവ് എന്ന മൂലക്ഷേത്രമായി മാറി. 3 നിലകളോടുകൂടിയ ഉയരമേറിയ അതിമനോഹരമായ ചതുര ശ്രീകോവിലിലാണ് സീതാദേവി ചേടാറ്റിലമ്മയായി ശിലാവിഗ്രഹത്തിൽ കിഴക്ക് ദർശനമായി ഈ പുണ്യക്ഷേത്രത്തിൽ പരിശോഭിക്കുന്നത്. നിൽക്കുന്ന ഭാവത്തിൽ സർവാഭരണ വിഭൂഷിതയായി ദിവ്യമംഗള സ്വരൂപിണിയായി പരിലസിക്കുന്ന അമ്മയുടെ ദർശനം അതീവ അലൗകികമായ ശാന്തിയാണ് സമ്മാനിച്ചത്. ഒരമ്മയുടെ സ്നേഹവും കാരുണ്യവും നിറഞ്ഞു തുളുമ്പുന്ന ആ തിരുനയനങ്ങളുടെ ചൈതന്യം നമ്മുടെ ആത്മാവിലാണ് വന്ന് പതിക്കുന്നത്. ദുർഗാപൂജ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞറിഞ്ഞു. വാൽക്കണ്ണാടി പ്രതിഷ്ഠയും ശ്രീകോവിലിൽ ഉണ്ടത്രേ. പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത ധൈര്യവും ആത്മവിശ്വാസവും സമാധാനവും സർവം സഹയായ ശ്രീരാമ വല്ലഭ പരിലസിക്കുന്ന ഈ ശ്രീകോവിൽ പ്രവഹിപ്പിക്കുന്നുണ്ട്. ശ്രീകോവിലിനു മുമ്പിൽ മുഖമണ്ഡപവും ഇടതുവശത്തായി പാട്ടുപുരയുമുണ്ട്. പാട്ടുപുരയിൽ പണ്ടൊക്കെ കൂത്തു നടക്കാറുണ്ടായിരുന്നു. ദേവിയുടെ ശ്രീകോവിലിന്റെ വലതുഭാഗത്ത് പടിഞ്ഞാറ്റ് ദർശനമായി അതിവിശാലമായ ശ്രീകോവിലിൽ 2 വിഗ്രഹങ്ങളിലായി ലവകുശന്മാർ അഥവാ മുരിക്കന്മാർ കുടികൊള്ളുന്നു. ഈ ശ്രീകോവിലിന്റെ അകക്കാഴ്ചകൾ അതീവ വ്യത്യസ്തമാണ്. ഇവിടെ വിഷ്ണു സങ്കല്പത്തിലാണ് പൂജകൾ നടക്കുന്നത്. ലവകുശന്മാരുടെ ശ്രീകോവിലിന് നേരെ മുമ്പിൽ ചെമ്പുപാകിയ 3 തട്ടുകളുള്ള ശ്രീകോവിലിൽ തലച്ചില്വന്റെ പ്രതിഷ്ഠയുണ്ട്. ഇത് കിരാത ഭാവത്തിലുള്ള മഹാദേവൻ തന്നെയാണ്. അതായത് അർജുനന്റെ ശരങ്ങൾ തലക്കേറ്റ് പരിക്കേറ്റ കിരാത ശിവനെയാണ് തലച്ചില്വൻ എന്ന് പറയുന്നത് എന്ന് ഇവിടുന്ന് പറഞ്ഞറിഞ്ഞു. അയ്യപ്പൻ, ഗണപതി, വേട്ടയ്ക്കൊരു മകൻ, സുബ്രഹ്മണ്യൻ എന്നീ ഉപദേവതമാരും വലിയ ഒരു സർപ്പക്കാവും ഈ ക്ഷേത്രമതിൽക്കകത്തുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്ക് താഴെയായിട്ട് വിശാലമായ ഒരു തീർത്ഥക്കുളവുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ച മൂലസ്ഥാനമായ ചേടാറ്റിൻകാവിലാണ്. സീതാദേവി, ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ, ലവകുശന്മാർ, വാൽമീകി മഹർഷി, ഹനുമാൻ സ്വാമി, മറ്റ് ദേവഗണങ്ങൾ എന്നിങ്ങനെ എല്ലാ ദിവ്യ സാന്നിധ്യങ്ങളും സംഗമിച്ച ഒരു പുണ്യഭൂമിയാണിത്. ഇവിടെ സീതാദേവി ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്ത സ്ഥലവും അവിടെ ഒരു സ്മൃതി ശിലാ സഹസ്രദള പത്മവും കാണുവാനുണ്ട്. ഇവിടെയും ഒരു ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ചേടാറ്റിലമ്മ അഥവാ സീതാദേവി പരിലസിക്കുന്നുണ്ട്. വരദാഭയ മുദ്രകൾ ധരിച്ച
ഈ വിഗ്രഹത്തിന്റെ ചൈതന്യവും ദർശന സൗകുമാര്യവും എടുത്തു പറയേണ്ടതാണ്. വേറെ ഒരു ശ്രീകോവിലിൽ വടക്ക് ദർശനമായി ഒരേ വലിപ്പത്തിലുള്ള 9 വിഗ്രഹങ്ങളിൽ സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയും കുടികൊള്ളുന്നുണ്ട്. ചേടാറ്റിൻകാവിലെ പ്രതിഷ്ഠാദിനം മേടമാസത്തിലെ പൂയമാണ്. ഇവിടെ മുമ്പിൽ ഒരു വശത്തായി പത്മാസനത്തിൽ ധ്യാനനിഷ്ഠയായ ജാനകീദേവിയുടെ അതീവ ചൈതന്യം തുളുമ്പുന്ന ഒരു പ്രതിമയുണ്ട്. കിഴക്ക് ഭാഗത്തായി ലവകുശന്മാരുടെ സങ്കല്പവും താഴെയായി ദേവിയും മക്കളും നീരാട്ട് നടത്തിയ പഞ്ചതീർത്ഥ സ്ഥാനവുമുണ്ട്. നെയ്വിളക്കും മംഗല്യപൂജയും പ്രധാന വഴിപാടുകളായ ഇവിടെ വേറെയും വഴിപാടുകളുണ്ട്. പട്ടാമ്പി കോഴിക്കോട്ടേരി മന താന്ത്രിക സ്ഥാനത്തുള്ള ഈ പുണ്യഭൂമി ഒരു തപോഭൂമിയെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. വയനാട്ടിൽ മറ്റെല്ലാ പ്രദേശങ്ങളിലും അട്ടകൾ സുലഭമാണെങ്കിലും പുൽപ്പള്ളിയിൽ അവയെ കാണാനാകാത്തത് തന്റെ മക്കളെ അട്ട കടിച്ചപ്പോൾ വൈദേഹി ദേവി ശപിച്ചതിനാലാണ് എന്നാണ് വിശ്വാസം. ആദ്യം കോട്ടയം രാജവംശത്തിന്റെ കീഴിലായിരുന്നു സീതാദേവി ക്ഷേത്രമെന്നും വീരകേരളവർമ്മ പഴശ്ശിരാജ ഒളിവിൽ താമസിച്ചത് ഈ ദേശത്തായിരുന്നു എന്നും അദ്ദേഹമാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. മുരിക്കന്മാരുടെ ശ്രീകോവിലിന്റെ ഇടനാഴി പലപ്പോഴും പഴശ്ശിരാജയ്ക്ക് അഭയകേന്ദ്രമായിട്ടുണ്ടത്രേ. അദ്ദേഹത്തിന്റെ അവസാനകാലം ഈ ദേശത്തായിരുന്നു എന്നും ഇവിടെയുള്ള ഒരു കൈതക്കാട്ടിൽ അദ്ദേഹത്തിന്റെ വാളും ആഭരണങ്ങളും നിക്ഷേപിച്ചിട്ടുണ്ട് എന്നൊക്കെ കഥകളുണ്ട്. ഒരിക്കൽ ടിപ്പുവും സൈനികരും സീതാദേവി ക്ഷേത്രം ആക്രമിക്കുവാനായി എത്തിയപ്പോൾ നട്ടുച്ച സമയത്ത് കൂരിരുട്ട് സൃഷ്ടിക്കപ്പെട്ടത് കണ്ട് ദേവിയുടെ ശക്തിവിശേഷത്തിന്റെ മഹിമയിൽ ഭയചകിതരായി പിൻവാങ്ങിയ കഥയൊക്കെ പ്രശസ്തമാണ്. നെയ്വിളക്ക്, സർവാലങ്കാര ത്രികാല പൂജ, മംഗല്യപൂജ, ദേവിക്ക് പായസം, മുരിക്കന്മാർക്ക് അപ്പം, ചേടാറ്റിൻകാവിൽ ഒരു ദിവസത്തെ പൂജ, അർച്ചനകൾ എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകളുള്ള സീതാദേവി ലവകുശ ക്ഷേത്രത്തിൽ ദിവസേനെ 3 പൂജകൾ നടക്കുന്നു. വാൽമീകി ആശ്രമത്തിലുള്ള മന്ദാരത്തിൽ ദിവസേനെ 2 പൂവെങ്കിലും വിരിയുന്നത് ലവകുശന്മാരെ സങ്കല്പിച്ചുകൊണ്ടാണ് എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട്. ചാത്തനാട്ടില്ലത്തിനാണ് താന്ത്രിക അവകാശം. പ്രധാന ആണ്ടുവിശേഷം ധനുമാസത്തിലെ ചുറ്റുവിളക്ക് ആറാട്ട് മഹോത്സവമാണ്. ലവകുശന്മാർ കളിച്ചു നടന്ന വെള്ളാട്ടുതറയിൽ നിന്നും കുലകുത്തുവാൻ അനുമതി ലഭിക്കുന്നതോടെ ആരംഭിക്കുന്ന ഉത്സവാഘോഷങ്ങളിൽ അനവധി താന്ത്രിക അനുഷ്ഠാനങ്ങൾ, ശുദ്ധിക്രിയകൾ, വെള്ളാട്ട്, ഇളനീർക്കാവ് വരവ്, വാളെഴുന്നള്ളത്ത്, വാൾമുക്കിയാറാട്ട്, താലപ്പൊലി ഘോഷയാത്ര, ഭഗവതി സേവ, നാഗപൂജ, സഹസ്രദീപ കാഴ്ച, ആറാട്ട്, ധനു 20-നുള്ള ചുറ്റുവിളക്ക്, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ദേശത്തിന്റെ തന്നെ മഹോത്സവമായിട്ടാണ് ഈ ചുറ്റുവിളക്ക് ആറാട്ട് മഹോത്സവം ഭക്തജനങ്ങൾ കൊണ്ടാടാറുള്ളത്. നവരാത്രി, കർക്കിടക മാസാചരണം, നിറപുത്തരി, മണ്ഡലകാലം, മേടത്തിലെ പ്രതിഷ്ഠാദിനം, 7ാം വിഷു, കർക്കടകം, വൃശ്ചികം ഒഴികെ ബാക്കി മലയാള മാസം 2-ാം തീയതിയുള്ള വെള്ളാട്ട്, കർക്കടകത്തിലെ ആദ്യ ഞായറാഴ്ച സീതാപദ സ്മൃതി യാത്ര, തിരുവോണം, വിഷു എന്നിങ്ങനെ ഒത്തിരി ആണ്ടുവിശേഷങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ലവകുശന്മാർ കളിച്ചു നടന്ന ശിശുമല, ദേവിയുടെ കണ്ണുനീർ വീണ കന്നാരംപുഴ, സീതയ്ക്ക് ആലയം തീർത്ത സീതാലയം അഥവാ ചെതലയം, സീത ഇരുളിൽ തങ്ങിയ ഇടം ഇരുളം, ദേവി യാത്രയ്ക്കിടെ ഇളനീർ കുടിച്ച എരിയപ്പള്ളി എന്നിങ്ങനെ ഈ ദേശം മുഴുവനും മൈഥിലി ദേവിയുടെയും പുത്രന്മാരുടെയും ചൈതന്യമാണ് നിറഞ്ഞിരിക്കുന്നത്. ചേടാറ്റിലമ്മയുടെയും മുരിക്കന്മാരുടെയും ശക്തി ചൈതന്യ കഥകൾ അനവധിയുണ്ട്. മിഥിലാധിപനായ രാജർഷിയായ മഹാപണ്ഡിതനായ ജനക മഹാരാജാവിന്റെ ദത്തുപുത്രിയായ കോസലാധിപനായ മര്യാദാ പുരുഷോത്തമനായ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രിയയായ മഹാലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതാദേവി
സ്വന്തം പുത്രന്മാരോടൊപ്പം വാണരുളുന്ന ഈ പുണ്യഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിന്നത് ആത്മാഭിമാനത്തിന്റെയും പാതിവൃത്യത്തിന്റെയും അത്യുജ്വല സ്വരൂപമായ ആ അമ്മ തന്നെയാണ്. രാമായണം എന്ന ഇതിഹാസ കാവ്യത്തിൽ അനേകം കോടി സൂര്യന്മാരുടെ പ്രഭയോടെ നൂറ്റാണ്ടുകളോളം ജ്വലിച്ചുകൊണ്ട് വർത്തിക്കുന്ന പരിശുദ്ധിയുടെയും ശക്തിയുടെയും പ്രതീകമായ വൈദേഹി ദേവിയുടെ ഓർമ്മകൾ സമ്മാനിച്ച ഈ പുണ്യഭൂമി വന്ന് കണ്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ്. സീതാമാതാവിന്റെ ദിവ്യമായ ചിന്തകൾ സമ്മാനിച്ച ഈ പുണ്യപുരാതന ഭൂമിക്ക് ശതകോടി സാഷ്ടാംഗ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഉച്ചരിച്ച ഓരോ അക്ഷരവും ചേടാറ്റിലമ്മയുടെയും മുരിക്കന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ അർച്ചനയായി സമർപ്പിച്ചുകൊള്ളുന്നു. നമസ്തേസ്തു മഹാമായി ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവേ നമഃ. ചേടാറ്റിലമ്മ ശരണം.